Welcome to Garam Masala, the magic spices of cooking. സേമിയ ചേർത്ത തരിക്കഞ്ഞി. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ സേമിയ കൂടെ ചേർത്താണ് ഈ തരിക്കഞ്ഞി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സ്വാദിഷ്ടമായ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ റവയാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് സേമിയയാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് സേമിയയാണിത്. റോസ്റ്റഡ് സേമിയയാണിത്. റോസ്റ്റഡ് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് പാൽ എടുക്കാം. ഇപ്പൊ നമ്മുടെ സേമിയയും റവയും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പാലൊന്ന് തിളച്ചു വരണം. ഇതിലോട്ട് നമുക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കണം. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം നമുക്കിതിലോട്ട്. ഉപ്പ് ചേർത്താൽ നമ്മുടെ ഈ തരിക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ തരിക്കഞ്ഞി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് വേണ്ട വറവ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 ചെറിയ ഉള്ളി ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് 5 കാഷ്യൂ നട്ട്സ് കൂടെ ചേർക്കണം. ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം റൈസൻസ് ചേർക്കാം. ഇതിനെ കൂടെ നന്നായി ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറവിനെ നമുക്ക് തരിക്കഞ്ഞിയിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായ തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇഫ്താർ സമയത്ത് ചെറു ചൂടോടുകൂടെ സെർവ് ചെയ്യാം. Thank you.